സർവീസസ് ടീമിന്റെ ലെഫ്റ്റ് വിങ്ങറാണ് രാഹുൽ. തെലങ്കാനയുമായുള്ള മത്സരത്തിന് ശേഷം നേരെ നാട്ടിലേക്ക് കല്യാണത്തിനായി. ജമ്മു കശ്മീരുമായുള്ള മത്സരത്തിലെ മികച്ച താരവുമായിരുന്ന രാഹുൽ ഇനി ക്വാർട്ടർ മത്സരങ്ങൾക്കായി തിരികെ പറക്കും. സന്തോഷമാണ്. പിന്നെ കളിൻ്റെ ഇടയിൽ വരാൻ 2-3 കളി മിസ്സായത് വളരെ സങ്കടമാണ്. എന്നാലും നല്ലൊരു മുഹൂർത്തമായതുകൊണ്ട്. ജീവിത പങ്കാളിയായി കൂടെ കൂടിയ ശ്രുതിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ രാഹുൽ തിരികെ പോകുന്നതിൽ പരിഭവമുണ്ട്. സങ്കടമുണ്ടാവും. 2023 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ സർവീസസിന്റെ കുന്തമുനയായിരുന്ന രാഹുൽ എത്രയും വേഗം തിരികെ എത്തണമെന്ന് തന്നെയാണ് ടീമിന്റെയും ആഗ്രഹം. ക്യാമറമാൻ മൽഘോഷിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. നമുക്കൊപ്പം നിതിൻ ചേരുന്നുണ്ട്. നിതിനെ, കല്യാണവും കളിക്കളത്തിലെ കാര്യങ്ങളും ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തത്രപ്പാടിലാണല്ലേ നമ്മുടെ വരൻ. എന്താണ് വിശേഷങ്ങൾ? തീർച്ചയായിട്ടും ജയലക്ഷ്മി, നമുക്കെല്ലാം അറിയാം ഈ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷ് ട്രോഫിയിലെ സർവീസസ് ടീമിൻ്റെ ഏറ്റവും മിന്നുന്ന താരവുമാണ് ഈ രാഹുൽ രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കളിക്കാരൻ. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ് ട്രോഫിയും അതുപോലെ തന്നെ ഈ വിവാഹവും ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനെ കൃത്യമായി തന്നെ രാഹുൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വിവാഹത്തിനായിട്ട് കളി കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് എത്തി. ഇരുവരും പാലക്കാട്ടുകാരാണ്. ഈ രാഹുലും അതുപോലെ തന്നെ വധു ശ്രുതിയും ഇരുവരും പാലക്കാട്ടുകാർ തന്നെയാണ്. പാലക്കാട്ടേക്ക് എത്തി. അതിനുശേഷം ഇന്ന് അവരുടെ കല്യാണം നടന്നു. ഇനി നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച വീണ്ടും മത്സരമുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും തിരികെ പോകണമെന്നാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ടീമും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ സർവീസസ് ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ ടീമാണ്. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു പ്ലെയറാണ് ഈ രാഹുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നിർണായകമാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. ശരി നിതിൻ, എന്തായാലും രാഹുലിന്റെ കല്യാണവും കളിക്കാര്യങ്ങളും ഒക്കെ, അതായത് കളിക്കളത്തിലും ഒക്കെ അദ്ദേഹം വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയം തന്നെയാണ് ഇത്.